guys, welcome back to our YouTube channel Shalu's Vlogs. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നൈറ്റ് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് എന്തോ പാലക്കുന്ന് പരിപാടി ഉണ്ട് കേട്ടോ, ഉത്സവം എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ ഉത്സവത്തിന് എന്താ ഭാഗമായിട്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് വെടിക്കെട്ട് പക്ഷേ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മുന്നെന്തോ പ്രശ്നം ഉണ്ടായ പിന്നെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ വെടിക്കെട്ടിനൊന്നും അലൗഡ് അല്ലായിരുന്നു. ബട്ട് എന്നിരുന്നാലും ഉണ്ടായിരുന്നു കേട്ടോ വെടിക്കെട്ട്. ബട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വിചാരിച്ചിട്ടുണ്ടായില്ലെന്ന് വെച്ചിട്ട് ഇങ്ങനെ. പിന്നെ ഇപ്പോൾ ബലൂണില്ലേ, ബലൂണൊക്കെ ഇങ്ങനെ മേലെ പറത്തിക്കൽ, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയല്ലേ. പിന്നെ ഇതിപ്പോൾ രാത്രിയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഇത് എത്രത്തോളം രാത്രിയാണെന്ന്. പുറത്തൊക്കെ കാണിച്ചിട്ട് പുറത്ത് ഭയങ്കര ഇരുട്ടാണ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഇത്ര നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ വ്ളോഗ്. ഐ ആം ഗോയിങ് ടു പുറത്ത് പോകാൻ ഔട്ടിംഗ് വ്ളോഗാണ് ഗൈസ്. നമ്മളങ്ങനെ എവിടെ പോകുന്നു ഗൈസ്? അങ്ങനെ നമ്മൾ റെഡിയല്ലായി പുറത്ത് പോകാൻ കേട്ടോ. അങ്ങനെ വാതിലൊക്കെ അടിച്ച് നമ്മളിനി പോകുന്നതാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് നേരെ പോക്കാന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുകയാണ്. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മൾ വിചാരിച്ചിന് ഓൾറെഡി എന്തായാലും പോകാൻ കഴിയില്ലാന്ന്, കാരണം അത്രയേറെ ജനങ്ങളുണ്ടായിരുന്നു അവിടെ. സോ നിങ്ങൾക്കറിയാമല്ലോ, ലാസ്റ്റ് ഡേ ഇങ്ങനെ ഫൈനൽ ഡേ എന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞു അങ്ങനെ ഉണ്ടായത് കേട്ടോ. ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അമ്മ അവിടെ എത്തി. അങ്ങനെ അപ്പോൾക്ക് പകുതിക്ക് തന്നെ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം മൗവലിൻ്റെ അവിടെ തന്നെ വിടുന്നുണ്ടായിട്ടാ. ഇത് പാലക്കുന്നാണ് പരിപാടി ഉണ്ടായിരുന്നത്. അവിടെ തന്നെ ഏകദേശം മൗവലിൽ തന്നെ പോലീസൊക്കെ നിന്ന് റോഡൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പാസ്സായി. എന്നിട്ട് അങ്ങനെ പോയിട്ട് ഇപ്പം നമ്മൾ നേരെ പാലക്കുന്നേക്ക് എത്തിയിട്ടാ ലാസ്റ്റ്. ബട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, റോട്ടിൽ ഫുള്ള് ജനങ്ങൾ തന്നെയാണ്. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ലാന്ന് വെച്ചിട്ട് നമ്മൾ നേരെ റിട്ടേൺ തന്നെ വന്ന് ഏകദേശം നല്ല ജനങ്ങൾ ഒത്തുകൂടിയ ഒരു പരിപാടി തന്നെയായിരുന്നു. കുറേ ബലൂണും അതുപോലെ തന്നെ എന്താ പറയുക കുറേ ഫുഡും പിന്നെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. കാരണം മുൻജാഗ്രത അങ്ങനല്ലേ, അങ്ങനെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോലീസിനൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ റിട്ടേൺ വന്ന് പിന്നെ വരുന്ന വഴിക്ക് സീ പാർക്കിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ഉപ്പിലിട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ചക്ക തൊണ്ടവേനായതുകൊണ്ട് എനിക്ക് മിഠായി ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തേക്കും പോയി മെഡിക്കലിലേക്ക്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേങ്കിലും ആൾക്കാർ ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു എന്താ പറയുന്നത് രാത്രി പോലെ ഇല്ല, പക്ഷേ നല്ല പാങ്ങുണ്ടായിന് രാത്രിയൊക്കെ കീറ്റാൻ വൈബ്. പിന്നെ നമ്മൊരു പീടികയിൽ കയറി ഒരു റോഡ് സൈഡ് വരുന്ന തന്നെ ഒരു ഷോപ്പ്. അങ്ങനെ ആടുന്ന് കോഫി ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഓന് വന്നിട്ട് കായ് പൊരിച്ചെല്ലാം എടുത്തു തിന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്നിട്ട് നല്ല ഓമറിന് വന്നിട്ട് നല്ല ചൂട് എന്താ പറയുന്നത് മറ്റേ ഇതില്ലേ ഉള്ളി വച്ച നിങ്ങളവിടെ എന്താ പറയുക ഡു കമൻറ്റ് ഗൈസ്. ഉള്ളി വച്ചയും അതുപോലെ തന്നെ സമൂസയും കൊണ്ടു തന്ന്. ബട്ട് രണ്ടും ചൂടൊന്നുമില്ലായിരുന്നു. ഫുള്ളും എന്ത് പറയുന്നത് ടേസ്റ്റ് ഇല്ലാതെ രാവിലെ ഉണ്ടാക്കി തന്നു, പൊളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഒരു പോലെ തോന്നിയത്. എന്നിട്ട് നമ്മളതങ്ങനെ റിട്ടേൺ കൊടുത്തു. പക്ഷേ രാവിലെ ഉണ്ടാക്കിയോണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത് അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വെച്ച് എന്തിരുന്നത് അവർ രാവിലെ വൈകുന്നേരം വെച്ചെന്നാൽ പറഞ്ഞു. പക്ഷേ നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മടക്കി കൊടുത്ത് എനിക്കല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നുണ്ടായിന്. സോ പക്ഷേ അവിടെ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണെങ്കിൽ പോലും കുറേ ആൾ ജ്യൂസും അതുപോലെ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ജ്യൂസും ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടുന്ന്. അപ്പോഴേക്ക് കോഫിയിൽ ഗൈസ് പാടയില്ലേ, പാലിൻ്റെ പാട നിറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതും ഇഷ്ടപ്പെട്ടിട്ടില്ല. വലിയ നോർമൽ കോഫി പോലെ ഉണ്ടായിരുന്നില്ല, എനിക്ക് വലിയ ലേക്കായിട്ടുണ്ടായിരുന്നില്ല. കുറവ് തന്നെയല്ല എന്നാലും പറയുന്ന കേട്ടോ. അങ്ങനെ അവൻ അവിടെ പോയിട്ട് അപ്പം കൊണ്ടുവരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ സമൂസയും ഉള്ളി വച്ചും അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഗായ്സ്. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സമൂസയും ഉള്ളി വച്ചയും. ബട്ട് രണ്ടും എന്താ പറയുന്നത് നല്ലോണം ഓയിലി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ലോണം എണ്ണ ഒടിച്ചിന്. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി എടുത്തതാണ്. പക്ഷേ എങ്കിലും അപ്പോൾ അവൾക്ക് പുളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ ഒരു ബൈറ്റ് എടുത്ത് അപ്പോഴൊക്കെ പുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതങ്ങനെ റിട്ടേൺ കൊടുത്തു.
വേറെ എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു കോഫിയും ചായയും കിട്ടിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു 4 മണിക്കൂറൊന്നും വെയിറ്റ് ആക്കിയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ചായ ഇല്ലു സംഭവം, ആ ഒരു ചായ ഇല്ലു. അപ്പം എന്താ പറയുന്നത്, ആ ഇച്ചാക്ക് എല്ലാം കൂടി മാനേജ് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഇച്ചാനോട് പറഞ്ഞു, ആ ഇച്ച കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഈ ചായയും കോഫിയും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായയും കോഫിയൊക്കെ കുടിക്കാന്ന്. അങ്ങനെ അവിടുന്ന് പിന്നെ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കടലക്കച്ചായിരുന്നു, പിന്നെ ഉള്ളുണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തിന്നിന് സമാധാനത്തിൽ. പിന്നെ നമ്മൾ നേരെ വന്ന പെട്രോൾ പമ്പിലാണ്, അങ്ങനെ എണ്ണ അടിച്ച്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിനും ടാറ്റാ.